ണ്ട്. അതിലും കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇറാനൊപ്പം എന്ന നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? ആസ് ഓഫ് നൗ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ കുറച്ചൊരു പക്ഷേ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വളരെ ജഡിതിയിലെടുത്തൊരു തീരുമാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു വ്യക്തമായൊരു സ്റ്റാൻഡിലേക്ക് ചെല്ലുക, അതൊക്കെ ഇപ്പോൾ നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തൊരു യുദ്ധത്തിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോവുകയും നിലപാടെടുക്കുകയും പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ മറ്റ് പല താല്പര്യങ്ങൾക്കത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആദ്യം ഖമേനിയുടെ വധത്തെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. ഇപ്പോഴാകട്ടെ എംബസിയിൽ ചെന്ന് പൂക്കൾ വയ്ക്കുകയും നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ ശ്രീലങ്കൻ വാട്ടേഴ്സിൽ നടന്ന ഇറാൻ്റെ നേവിയെ തകർത്തതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. നമ്മുടെ നാവിക മേഖല മറൈൻ മേഖല വിടുന്നത് വരെ നമ്മുടെ കപ്പലുകളുടെ അകമ്പടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയ കപ്പലാണ്. അതെ, ഇവിടുന്ന് പോയ നമ്മൾ അകമ്പടിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മേഖല വിട്ട് ശ്രീലങ്കൻ വാട്ടേഴ്സിലാണ് സംഭവിക്കുന്നത്. എന്നിട്ടും നമ്മളിത് അറിഞ്ഞ് എത്താൻ തുടങ്ങുമ്പോൾ ശ്രീലങ്കൻ സർവീസ് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഇടപെടാൻ പോയില്ല, അവർ അവിടെ ചെയ്തോളും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾക്ക് ഈ യുദ്ധത്തിൽ നമ്മുടെ ഒരു നയം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിനത് പറയാൻ പറ്റും, ആ വിമർശനം അവിടെ നിൽക്കട്ടെ, ആ വിമർശനം തുടരട്ടെ. പക്ഷേ നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ പരിഗണിച്ച് നമ്മുടേതായൊരു സുരക്ഷിതമായൊരു തീരുമാനത്തിൽ നമ്മളെത്തും. അതിന് വലിയ താമസം വേണ്ട. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. നമുക്ക് അമേരിക്കയുമായിട്ട് പല കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പുണ്ട്. ഇസ്രയേലുമായിട്ട് നമുക്ക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് വരെയുണ്ട്. ഇറാനുമായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് ബന്ധവുമുണ്ട്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ ഒരു അലൈൻമെൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ബൈലാറ്ററലായിട്ട് ഇതിൽ ഒരു രാജ്യമായിട്ട് ഒരു സഖ്യകക്ഷിയല്ല, യുദ്ധത്തിൻ്റെ സഖ്യകക്ഷിയല്ല. അപ്പോൾ നമ്മൾ പൊടുന്നനവേ നമ്മൾ ഇക്കാര്യത്തിൽ ചാടിക്കയറി പറയാൻ പറ്റില്ല. അത് രാജ്യ താല്പര്യം മുൻനിർത്തി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എവല്യൂഷനാണ്, അതൊരു എവല്യൂഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു നിലപാടെടുക്കും. കാരണം ഇതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. നമുക്ക് തന്ത്രപരമായ സ്വാതന്ത്ര്യമുണ്ട് ഇക്കാര്യത്തിൽ. രാജ്യ താല്പര്യത്തിനനുസരിച്ച് അത്രേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയം എന്ന് പറയുന്നതല്ലേ സാർ കുറച്ചുകൂടെ നല്ലത്? എങ്ങനെ ഭയം എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? കാരണം വെച്ച് കഴിഞ്ഞാല് പണ്ട് ഈ പറഞ്ഞ കോൾഡ് വാറിന്റെ തുടക്കകാലത്ത് ഇന്ത്യ ജനിച്ചു വീണ ഒരു രാജ്യമായിട്ടിരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയനും റഷ്യ അമേരിക്കയും രണ്ട് വശങ്ങളിലായിട്ട് നിന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും തങ്ങളോടൊപ്പം നിൽക്കാൻ സൈനപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് അന്നത്തെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഞങ്ങൾ രണ്ട് പക്ഷങ്ങൾക്കും ഇല്ല, പകരം ഞങ്ങളുടെ ചേരിചേരാ നയമുണ്ടാകും, അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കും എന്ന് പറഞ്ഞ് ഏതാണ്ട് 30 രാജ്യങ്ങളോടും ചേർത്തിട്ട് ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അപ്പൊ ആ ചരിത്രമുള്ള ഇന്ത്യ ഇപ്പം വളരെ ഈ പറഞ്ഞ സാറ് പറഞ്ഞ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നതും ഈ പറഞ്ഞ നിലപാടെടുക്കാൻ വൈകുന്നതും ഒക്കെ ഭയം എന്ന് വ്യാഖ്യാനിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ പോരെ? ഇല്ല, അത് ഒട്ടും ശരിയല്ല. താങ്കൾ ഇതിന് വിശാലമായ സമയമുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇത് നോൺ അലൈൻ മൂവ്മെൻറ്റ് 30 അല്ല 110 രാജ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. നോൺ അലൈൻ മൂവ്മെൻറ്റ് ഇപ്പോൾ പ്രസക്തിയിലേ ഇല്ല എന്നുള്ളതാണ്. ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള പോളിസി തുടങ്ങിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലേ തുടങ്ങിയൊരു തീരുമാനമാണ്. മൻമോഹൻ സിംഗിൻ്റെ സമയത്തൊക്കെ വന്ന തീരുമാനമാണ്. അത് തുടർച്ചയായിട്ട് പോകുന്നു എന്നുള്ളതാണ്. നോൺ അലൈൻ മൂവ്മെൻറ്റും സ്ട്രാറ്റജിക് ഓട്ടോണമിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നോൺ അലൈൻ മൂവ്മെൻറ്റ് താങ്കൾ പറഞ്ഞതുപോലെ നമ്മളൊരു ദരിദ്ര രാജ്യമായതുകൊണ്ട് രണ്ട് പക്ഷത്ത് നിൽക്കാതെ എന്നാൽ രണ്ട് കൂട്ടരുടെയും ഗുണം എടുക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോഴും 1971 യുദ്ധത്തിൽ നമ്മൾ തന്ത്രപരമായിട്ട് റഷ്യയുമായിട്ട് സൈനിക ഉടമ്പടി വച്ചതുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം നമുക്ക് ഈ ബംഗാൾ ഉൾക്കടലിൽ വരാതെ വന്നത്. അപ്പോൾ നോൺ അലൈൻ മൂവ്മെൻറ്റ് ആയിരുന്നപ്പോൾ പോലും നമ്മളിങ്ങനെ ഒരു നിലപാടിലെടുത്തിട്ടുണ്ട്, സ്ട്രാറ്റജിക് ഓട്ടോണമി എടുത്തിട്ടുണ്ട്. ഇപ്പോഴെടുക്കുന്ന തീരുമാനം എന്താണ്? നമുക്കിപ്പോൾ ആവശ്യമില്ലാതെ ഒരു യുദ്ധത്തിൽ ചെന്ന് ചാടി നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തുക, നമ്മുടെ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യുക, അത് നമുക്ക് സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളല്ലേ വലുത്. അതെങ്ങനെ ഭയമാകും? ഇപ്പൊ നമ്മളൊരു നിലപാടെടുക്കുമ്പോ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഈ യുദ്ധത്തെ അപലപിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ഒരു യുദ്ധത്തിൽ അപലപിക്കുന്നതിന്റെ ആവശ്യകത അങ്ങനെയല്ല. അതിന് തന്നെ എത്ര ദിവസം എടുത്തു മഞ്ജുഷേ? മറ്റൊരു രാഷ്ട്രത്തലവനെ വധിച്ച് കഴിയുന്ന ഒരു സംഭവത്തിൽ നമുക്ക് ഒന്ന് അപലപിക്കാൻ തന്നെ 3 ദിവസം എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മഹത്തായ ജനാധിപത്യ സംവിധാനത്തിന്റെയും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഒരു ലെഗസിയുടെയും സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. ഇനി അത് എത്ര ഇതാണ് എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിഞ്ഞ തവണ ഈ ട്രീറ്റിയുടെ കഥ പറഞ്ഞു. ട്രീറ്റിയുടെ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 40% എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ എണ്ണ വാങ്ങിപ്പോ 21% കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കുറഞ്ഞു.
മനസ്സിലായി. ഇന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുവദിക്കുകയാണ് അതെ ഇന്ത്യ അനുവദിക്കുകയാണ്. അതെ ഇന്ത്യക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത് എന്തൊരു ഭീകരമായ അവസ്ഥയിലാണത്. ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധത്തിനകത്ത് ദൂരെ മാറി നിന്ന് കാണുന്ന ഇന്ത്യക്ക് പോലും സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയാത്ത വണ്ണം നമ്മളുടെ ഈ വിദേശ നയത്തിന് എന്ത് കുഴപ്പമാണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഒബിയസ്ലി ഇത് നമ്മുടെ യുദ്ധമല്ല, പക്ഷെ സ്റ്റിൽ നമുക്കൊരു അഭിപ്രായം പറയാം. കാരണം നമ്മുടെ എന്താ പറയുന്നത് ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ഇത്തരം സംഭവങ്ങളിൽ ഒരു ജനാധിപത്യവും നമ്മൾ എന്താ പറയുന്നത് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു സ്റ്റാൻഡ് എല്ലാ കാലത്തും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാം. നമ്മൾ ആ സ്റ്റാൻഡ് എടുക്കുന്നതിനർത്ഥം നമ്മൾ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നല്ല. യുദ്ധത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഒരു ആശയക്കുഴപ്പമുണ്ടോ ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ? തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനോട് വീണ്ടും ഞാൻ പറയുകയാണ്. നമ്മൾ അനുശോചനമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, അപലപിക്കാൻ പോയിട്ടില്ല. മറ്റൊരു രാജ്യം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിനിടയിൽ ഇപ്പോൾ ഖമേനിയുടെ യുദ്ധത്തിന് ഇപ്പോൾ ഈ പറയുന്ന ഖമേനിയെ അപലപിച്ച് നമുക്ക് പിന്തുണച്ചുകൊണ്ട് നമ്മൾ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി അമേരിക്കയെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ഭരണമാറ്റം വന്നു എന്നിരിക്കട്ടെ, സാങ്കല്പികമാണ്. ഇറാനിൽ ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റഷീമിനോട് നമുക്ക് ഓയിൽ ബന്ധമുണ്ട്, എണ്ണ ബന്ധമുണ്ട്, ആ രാജ്യമായിട്ട് നമ്മൾ എങ്ങനെ ബന്ധപ്പെടും? ഈ വിദേശ നയം എന്ന് പറയുന്നത് നാട്ടിനകത്തുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടി ആ സ്ഫടികത്തിൽ കൂടി കാണാൻ പറ്റില്ല. അതൊരിക്കലും പറ്റില്ല. രാജ്യ താല്പര്യമാണ് പ്രധാനം. മാത്രമല്ല ഇപ്പോൾ എണ്ണയുടെ കാര്യം പറഞ്ഞു. റഷ്യ അമേരിക്ക ഭയപ്പെടുത്തി നമ്മുടെ ഓയിൽ കമ്പോണൻറ്റ് കുറച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ അമേരിക്ക തന്നെ നമുക്ക് ഓയിൽ റഷ്യയിൽ നിന്ന് എത്ര വേണമെങ്കിലും വാങ്ങാൻ അനുവാദം തന്നു. കാരണം എന്താണ്? ഹോർമിസ് തടഞ്ഞിരിക്കുകയാണ്. ഹോർമിസ് കടലിടുക്കിൽ കൂടി എണ്ണ വരാൻ വഴിയില്ല. അപ്പോൾ രാജ്യത്തിൽ 50 ദിവസത്തേക്കുള്ള എണ്ണയേ ഉള്ളൂ. അത് റഷ്യയിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അമേരിക്കയുമായിട്ടൊരു സൈനിക ഉടമ്പടിയിലില്ല. എന്നാൽ അമേരിക്കയുമായിട്ട് ഒരുപാട് കാര്യത്തിൽ നമുക്ക് സഖ്യമുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് റഷ്യയുമായിട്ട് സൈനിക ഉടമ്പടിയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന ബഹളത്തിനിടയ്ക്ക് ചെന്ന് നമ്മളെ തല വെച്ച് കൊടുത്ത് നമ്മൾ ആവശ്യമില്ല നമ്മളെ റിസോഴ്സ് എനർജിയും മാൻ പവറും ഇതെല്ലാം നശിപ്പിക്കണമെന്നാണോ പറയുന്നത്? നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്. രാജ്യ താല്പര്യത്തിന് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനവും പറ്റത്തില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. ആ പ്രതിപക്ഷം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനകത്ത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇറാൻ വാറിൽ നമ്മുടെ പൊസിഷൻ ഇവോൾവിങ് എന്നതേ ഉള്ളൂ, ഒരു എവല്യൂഷൻ ആവുന്നേ ഉള്ളൂ. അത് ഭയമല്ല, തന്ത്രമാണ്. സാറേ, ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു രാജ്യത്തിനെ അളക്കുന്നത്, ഒരു രാജ്യത്തിന്റെ സ്റ്റാൻഡിനെ മുന്നോട്ട് വെക്കുമ്പോൾ അളക്കുന്ന അതിനെ ചരിത്രപരമായ ഒരു കണ്ണിൽ കൂടെ നോക്കിയിട്ടല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന ഗാന്ധിജിയുടെ നാടാണ് ഇന്ത്യ. നെഹ്റു മുന്നോട്ട് വെച്ച ഒരു നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ തുടർച്ചയായിട്ട് നെഹ്റുവിയൻ വിദേശ നയത്തിന് അടക്കം നിന്നുകൊണ്ട് ഇന്ത്യ ദരിദ്ര രാജ്യമായിരുന്നിട്ട് പോലും സ്വന്തം സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡ് ഉറപ്പിച്ച ഇന്ത്യയിൽ നിന്ന് നമ്മൾ അമേരിക്കയുടെ ഒരു പ്രോക്സി രാജ്യമായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ലേ? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം സാർ ഇപ്പം പറഞ്ഞ ഒരു പോയിന്റ് ആവർത്തിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാരണം അമേരിക്ക നമ്മളിപ്പോ അനുവദിച്ചല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ചോദിച്ചത് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുവാദം വേണം എന്ന് പറയുന്നത് താങ്കൾ ഈ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകിയെന്ന് ഈ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പ്രകാരമാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നുവല്ലോ, ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ നിലവിലൊരു നിരോധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ 1 മാസത്തേക്ക് ബാധകമാവില്ല എന്നല്ലേ ഈ പറയുന്നത്? റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ മറികടന്ന് റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് എണ്ണക്ഷാമം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നിലവിലെ നിരോധനം 1 മാസത്തേക്ക് മാറ്റുന്നു. ഇതാണ് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആ ഉത്തരവിൽ പറയുന്നത്. അനുമതിയായിട്ട് പറയാൻ പറ്റില്ലല്ലോ. റഷ്യൻ എണ്ണ വാങ്ങാൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നവരാണ്. അല്ല, സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടില്ലല്ലോ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അനുമതി അമേരിക്ക കൊടുക്കുകയാണോ ഉണ്ടായത്? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്താണ്? വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയാവുന്ന ഒരു വിഷയമാണിത്. ഞാൻ 1 മിനിറ്റ് പറഞ്ഞോട്ടെ. ഇടയ്ക്ക് ഈ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ, ഗാന്ധിയുടെ ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഐഡിയലിസ്റ്റായിട്ടൊരു ഫോറിൻ പോളിസിക്ക് വളരെ പ്രധാനമാണ്. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഫോറിൻ പോളിസിക്ക് അത് ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല. പ്രായോഗികമായിട്ട് അന്തർദേശീയ രംഗത്ത് റെലവൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശക്തി വേണം, സൈനിക ശക്തി വേണം, തന്ത്രപരമായ ബന്ധങ്ങളുണ്ടാകണം. ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്. അപ്പോൾ നെഹ്റുവിൻ്റെ പോളിസി അന്നത്തെ കണ്ടക്സ്റ്റിൽ വളരെ റെലവൻ്റാണ്. ഇന്നത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ എന്നും ഗാന്ധിജി നെഹ്റുവിൻ്റെ ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്
അതാണ് ശരിയെന്ന് പറഞ്ഞ് വാദിക്കുന്നത് ഐഡിയലിസമാണ്. നമ്മൾ റിയലിസ്റ്റിക്കാണ്. ഫോറിൻ പോളിസിയുടെ റിയലിസമാണല്ലോ വരുന്നത്. റിയലിസത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനേ ഇന്നത്തെ കണ്ടക്സ്റ്റിൽ പറ്റുള്ളൂ. ശരി, ശ്രീ സജിമോനാനി, എന്താണ് ഈ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യക്ക് അനുമതി നൽകി എന്ന് പറയുന്നത്? തെറ്റായ വ്യാഖ്യാനമാണോ അതോ ശരിയാണോ? മഞ്ജുഷ, അത് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ഹോട്ട് ടോപ്പിക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജന്മം കൊണ്ട് ഇന്ത്യക്കാരനും കർമ്മം കൊണ്ട് അമേരിക്കക്കാരനുമാണ് ഇപ്പം സിറ്റിസൺഷിപ്പിൽ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഇവിടെ നിന്ന് നോക്കി കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇന്ത്യയുടെ ശ്രീ സിബി പറഞ്ഞതിനോട് യോജിക്കുന്നു, ശ്രീ മോഹൻകുമാർ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധി വരെ യോജിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ രണ്ടും കൂടെ ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ, ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും. അതായത് ഇന്ത്യക്ക് എപ്പോഴും ഒരു നയമുണ്ടോ, ആ നയം പറയുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് നോട്ട്. പക്ഷെ എന്താണ് റിയാലിറ്റി അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ സിറ്റുവേഷനിൽ അമേരിക്കൻ പോളിസിക്ക് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പോളിസികൾക്ക് എതിരെ ഏത് രാജ്യം നിന്ന് കഴിഞ്ഞാലും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പാടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം ലോകത്തിലുള്ള എല്ലാ ഗവൺമെന്റിനും ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.